ഇന്ന് വേൾഡ് ജൂഡോ ഡേ. ഇടുക്കിക്ക് കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന ഒരു കായിക ഇനമായിരുന്നു ജൂഡോ. എന്നാൽ ഇന്ന് കഥ മാറി. ദേശീയ അന്തർദേശീയ താരങ്ങളെ വരെ ഇടുക്കി സംഭാവന ചെയ്തു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ 10 മെഡലുകളാണ് ഇടുക്കിയുടെ താരങ്ങൾ ഇടിച്ചു നേടിയത്. ജൂഡോയിലെ ഇടുക്കിയുടെ നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് മുതിർന്ന ജൂഡോ പരിശീലകനും സ്പോർട്സ് സൈക്കോളജിസ്റ്റുമായ സൈജു ചെറിയൻ. ഇന്ന് വേൾഡ് ജൂഡോ ഡേ ആണ്. ജൂഡോയിലൂടെ ഇടുക്കിയിലെ താരങ്ങൾ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നടന്ന സ്കൂൾ കായികമേളയിൽ ഗെയിംസ് ഇനങ്ങളിൽ ജൂഡോയിലൂടെ 10 മെഡലുകളാണ് നമ്മുടെ താരങ്ങൾ ഇടിച്ചു നേടിയത്. ഇതിൽ 10 പേരും നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ NSAയുടെ താരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താണെങ്കിലും അതിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള സൈജു സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത്? ഈ സമീപകാലത്ത് നടന്ന മത്സരങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് സ്കൂൾ ഗെയിംസ് ആണ് നടന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ വേൾഡ് ജൂഡോ ഡേയുടെ മംഗളങ്ങളും ആശംസകളും എല്ലാ കായിക താരങ്ങൾക്കും നേരുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ നിമിഷം നമ്മൾ നിൽക്കുക. ജില്ലയിലെ ജൂഡോ മേഖലയിൽ അല്ലെങ്കിൽ അതിലൂടെ 5 അന്തർദേശീയ താരങ്ങളും നിരവധി ദേശീയ താരങ്ങളും നിരവധി ഈ സംസ്ഥാന മെഡൽ ജേതാക്കളും നമ്മുടെ നാട്ടിൽ ഉദയം ചെയ്തിട്ടുണ്ട്. കട്ടപ്പനയിൽ ഓസാന ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ആരംഭിച്ച് അവിടുന്ന് 2 നാഷണൽ മെഡലുകൾ ഉൾപ്പെടെ വന്ന് നമ്മുടെ 2010 ഹോസ്റ്റൽ ആരംഭിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹോസ്റ്റൽ നിൽക്കുന്നു. പിന്നെ നിരവധി ജൂഡോക്ക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് സർക്കാർ ഇതെല്ലാം കുട്ടികളുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വന്നത്. ജൂഡോക്ക പദ്ധതി വന്നു. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ ഖേലോ ഇന്ത്യയുടെ ഒരു സെന്ററുകൾ വന്നു. അങ്ങനെ നിരവധി സെന്ററുകളും നിരവധി കായിക താരങ്ങളും ഈ മേഖലയിൽ നമുക്ക് ഉദയം ചെയ്തു വന്നിട്ടുണ്ട്. മികവിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് പറയുമ്പോൾ, സ്കൂൾ ഗെയിമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മെഡല് ജില്ലയ്ക്ക് സംഭാവന ചെയ്യുന്ന ഇനമാണ് ജൂഡോ. കഴിഞ്ഞ വർഷത്തെ മൊത്തത്തിൽ നമുക്ക് മെഡൽ നേട്ടം എടുക്കുമ്പോൾ 28 ഗോൾഡ് മെഡലുകൾ എല്ലാ ചാമ്പ്യൻഷിപ്പുകളും കൂടെ നമുക്ക് ഇടുക്കിയിലെ കായിക താരങ്ങൾ നമുക്ക് മിന്നും പ്രകടനത്തിലുള്ള കാഴ്ചവെച്ച് തന്നിട്ടുണ്ട്. പ്രസന്റ്ലി ഈ മത്സരം ഈ സംസ്ഥാന കായികമേളയുടെ ഈ അവസാനം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അഭിമാനകരമായ നേട്ടമാണ് നമ്മുടെ ജൂഡോ താരങ്ങൾ, പ്രത്യേകിച്ച് NSAയിലെ താരങ്ങൾ 2 ഗോൾഡ്, 3 സിൽവർ, ബാക്കി ബ്രോൺസ് എന്നടക്കം 6 ബ്രോൺസ് അടക്കം ജില്ലയിലേക്ക് നമുക്ക് NSAയുടെ കായിക താരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും മറ്റു ഗെയിമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ഈ വർഷം നമ്മുടെ ജൂഡോയുടെ പ്രവർത്തനങ്ങൾ നിൽക്കിയ കായിക താരങ്ങളുടെ നേട്ടങ്ങളും മുൻപന്തിയിൽ തന്നെയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ജൂഡോയിൽ ഇടുക്കി ജില്ല ഏറെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആശംസിക്കുന്നത്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.